ഗുഡ് മോർണിംഗ് ഓൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളാറും വിൻഡും ഇൻഡിവിജ്വലായിട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ടൈഡലും ജിയോ തെർമലും ബയോമാസൊക്കെയാണ്. അപ്പോൾ ആദ്യം ടൈഡലിനെ കുറിച്ച് പഠിക്കാം. ടൈഡൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ ഓഫ് വാട്ടറാണ്. അതായത് മൂണിൻ്റെയും സണ്ണിൻ്റെയും ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം കടലിലെ വെള്ളം പൊന്തുകയും താഴുകയും ചെയ്യും. അതിനാണ് എന്ത് പറയുക? ടൈഡ്സ് എന്ന് പറയുക. ടൈഡ്സും വേവ്സും വ്യത്യാസമുണ്ട് കേട്ടോ. വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ ടൈഡൽ എന്ന് പറഞ്ഞാൽ ഒരു പീരിയഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വേലിയേറ്റം വേലിയർക്കൊക്കെ വേലിയേറ്റം വേലിയർക്കാണ് ഈ ടൈഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സണ്ണും മൂണും ഭൂമിയൊക്കെ ഒരു പ്രത്യേക പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈ ടൈഡ് ഉണ്ടാകുമ്പോൾ സീയിലെ വാട്ടർ എന്ത് ചെയ്യും? ഈ നദിയിലോട്ട് അല്ലെങ്കിൽ അഴിമുഖത്തിലോട്ടൊക്കെ കയറും. അവിടെ എന്ത് ചെയ്യാം? നമുക്കൊരു സ്ട്രക്ചർ വെച്ചിട്ട് ഒരു ടർബൈൻ കറക്കാം. അപ്പോൾ അതേപോലെ തന്നെ ലോ ടൈഡ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ നദിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ചറിൽ നിന്ന് എന്ത് ചെയ്യും? തിരിച്ച് കടലിലോട്ട് വെള്ളം പോകും. ഈ രണ്ട് ടൈമിൽ എന്ത് ചെയ്യാം? നമുക്ക് ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. അതാണ് ടൈഡൽ പവർ ചെയ്യുന്നത്. ഇൻ കേസ് ഇവിടെ നോർമൽ കേസിൽ എന്തായിരിക്കും? ഇവിടെയുള്ള വാട്ടർ ലെവൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ സെയിം ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും? ടർബൈൻ റൺ ചെയ്യില്ല, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ടൈഡൽ പവർ. എങ്ങനെയാണ് ടൈഡൽ പവർ കൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ വർക്കിംഗ്. ഇനി ടൈഡൽ പവർ പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ആ ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ടൈഡിന് അത്യാവശ്യം ലെങ്ത്ത് വേണം. അതായത് ഇങ്ങനെ ഉണ്ടാവണ ഈ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 4.6 മീറ്ററിനായിട്ടും ആവറേജ് ഹൈറ്റ് ഉണ്ടായിരിക്കണം. 4.6 മീറ്ററിനായിട്ടും ഹൈറ്റ് കൂടിയിരിക്കണം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് എക്കണോമിക്കൽ അല്ല. രണ്ടാമത്തത്, ഇത് മിക്കവാറും എന്താണ് ഈ അഴിമുഖം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളുള്ളത്. അവിടെ ഈ അഴിമുഖങ്ങളിലൊക്കെ എന്തുണ്ട്? ഷിപ്പ്. ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ എറണാകുളത്താണെങ്കിലും ഷിപ്പ് വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പെരിയാറിൻ്റെ തീരത്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് ഷിപ്പിൻ്റെ ട്രാഫിക്കിനെ ബാധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആ സ്റ്റോംസ് എന്നൊക്കെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഇത് വെക്കാവൂ. ഈ കടൽ തീരങ്ങളിലൊക്കെ കാറ്റടിക്കാനുള്ള നല്ല ചാൻസുകളുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം റിന്യൂവബിൾ എനർജി സോഴ്സ് പോലെയും ഫ്രീ ഫ്രം പൊല്യൂഷൻ ആണ്. സോളാർ പവർ പ്ലാന്റ് പോലെയൊന്നും നമുക്ക് കൂടുതൽ ഏരിയ വേണ്ട ആവശ്യമില്ല. ഇൻഡിപെൻഡൻ്റ് അപ്പോൺ മൺസൂൺ ഓർ സമ്മർ. അതായത് ഇത് ഇൻഡിപെൻഡൻ്റ് അപ്പോൺ മഴയും ചൂടിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇതാകെ ഡിപ്പെൻഡ് ചെയ്യണത് ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെ പൊസിഷനെ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ ഗ്രാവിറ്റേഷൻ പുള്ളിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണത്. അല്ലാതെ മൺസൂൺ സമ്മറിനൊന്നും ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഈ ടൈഡൽ പവർ പ്ലാന്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റൺ വിത്ത് ദ പവർ സ്റ്റേഷൻ ടു മീറ്റ് ദ പീക്ക് ഡിമാൻഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി എല്ലാ പ്ലാന്റിനും ഒരു ബേസ് ലോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ആ കപ്പാസിറ്റിയിൽ ആ പ്ലാന്റ് റൺ ചെയ്യും. ഇൻ കേസ് അതിന് എക്സ്ട്രാ വേണമെങ്കിൽ ആ ടൈമിൽ മാത്രം ഇത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഡീസൽ പവർ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഡീസൽ പവർ പ്ലാന്റ് ഒക്കെ കുറച്ച് നേരം മാത്രം റൺ ചെയ്യിക്കുള്ളൂ. അതെന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മൾ ഡിമാൻഡ് കൂടുന്നത് ആ ടൈമിൽ മാത്രം റൺ ചെയ്യും. ആ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓഫാക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പീക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈഡൽ പവർ ഉപയോഗിക്കാം. പക്ഷേ അതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ ടൈഡ് ഉണ്ടാവുന്ന ടൈമിൽ പീക്ക് ഡിമാൻഡ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ടൈമിൽ പീക്ക് ഡിമാൻഡ് വന്നാൽ നമുക്ക് ടൈഡ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ വെള്ളത്തിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താണ്? കോസ്റ്റ് കൂടുതലാണ്. ഇനി ട്രാൻസ്മിഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് കടലിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു സ്ഥലത്തോട്ട് ഇത് കൊണ്ടുപോകണമെങ്കിൽ അവിടേക്ക് പോസ്റ്റ് ഇട്ട് ലൈന് വലിക്കണം. അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണ്. അത് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ കണ്ടിന്യൂസ് പവർ ജനറേഷൻ നോട്ട് പോസിബിൾ ആണ്. ടൈഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ടൈമിൽ 0 ആയിരിക്കും പവർ.
പിന്നെ പവർ പ്ലാന്റ്സ് വിൽ ബി ഫാർ ഫ്രം ലോഡ് സെൻറ്റർ. അതായത് ഇപ്പോൾ കടലിലാണ് ഈ പ്ലാന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ടൈഡൽ പ്ലാന്റ് ഉണ്ടാവുക. അവിടുന്ന് ലോഡ് എന്ന് പറയുന്നത് ഒരു സിറ്റിയിലെ പ്ലേസ് ഒക്കെ ആണെങ്കിൽ അതെന്ന് പറയുന്നത് വളരെ ദൂരത്താണ്, പ്ലാന്റിൽ നിന്ന് വളരെ ദൂരത്താണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ലൈൻ എടുക്കണം, അങ്ങനെയുള്ള കോസ്റ്റൊക്കെ കൂടും. ഇനി അടുത്ത ഇതാണ് ജിയോ തെർമൽ പവർ. ജിയോ തെർമൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭൂമിക്ക് കുറേ പാളികളുണ്ട്. ആ ഭൂമിയുടെ മിഡിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഈവൻ ഗ്രേറ്റർ ദാൻ സണ്ണിൻ്റെ സർഫസിലുള്ള ടെമ്പറേച്ചറിനായിട്ടും കൂടുതലാണ്. അപ്പോൾ അവിടെ ഈ ഭൂമിയുടെ ഉള്ളിൽ കുറേ ഓർസും മെറ്റൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉരുകിയിട്ടുള്ള ഒരു ഫോമുണ്ട്. ആ ഫോമിനെയാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തോട്ട് കുറേ ചുവന്ന നിറത്തിലുള്ള സാധനങ്ങൾ വരുന്ന കണ്ടിട്ടില്ല? അതിനൊക്കെ ഭയങ്കര ടെമ്പറേച്ചറൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് മാഗ്മ ലാവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനാണ് ജിയോ തെർമൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ ഹിമാലയൻ ഏരിയാസിലും പിന്നെ അത് മെയിനായിട്ട് ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ എർത്ത് സോഫ്റ്റായ ഭാഗങ്ങളിൽ ഇത് പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ പുറത്തോട്ട് വരണമെന്നില്ല, ആ സ്ഥലങ്ങളിൽ നമ്മൾ കുഴിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ സാധനം ഉണ്ടാവും. അപ്പോൾ അതിന് ഭയങ്കര ഹീറ്റും ആയിരിക്കും. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ വെള്ളം ചൂടാക്കി സ്റ്റീമാക്കി, സ്റ്റീം എന്ത് ചെയ്യും, ടർബൈനിലോട്ട് പാസ് ചെയ്യും. ടർബൈനിൽ സ്റ്റീം എക്സ്പാൻഡ് ചെയ്ത് പ്രഷർ കുറഞ്ഞ് ടർബൈൻ കറങ്ങും. ടർബൈൻ കറങ്ങി ടർബൈൻ നേരെ ജനറേറ്ററായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ആ ജനറേറ്റർ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ജിയോ തെർമൽ പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ്. അതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഒരു ജിയോ വെല്ലുണ്ട്. ഒരു വെല്ലുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കിണർ പോലത്തെ സാധനം ഉണ്ടാക്കണം. അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആ കിണറിലൂടെ നമ്മൾ വാട്ടർ പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, ആ വാട്ടർ ചൂടായി സ്റ്റീമായി മാറും. ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടർബൈൻ കറക്കണം. അപ്പോൾ അങ്ങനെയാണ് ജിയോ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യണത്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇതാണ് പ്രൊഡക്ഷൻ വെല്ല് എന്ന് പറയും. പ്രൊഡക്ഷൻ വെല്ലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ഇവിടെ ഇതേ കൂടെ ഒരു ചൂടുവെള്ളം ഒരു തണുത്ത വെള്ളം ഇതേ കൂടെ പാസ് ചെയ്താൽ എന്ത് ചെയ്യും, ഈ തണുത്ത വെള്ളം എന്തായും കുറച്ച് ടെമ്പറേച്ചർ കൂടി മാറും. ഇത് കൂടില്ലേ, നോർമലി ഇത് കൂടില്ല. ഇതിലൂടെ ഒരു ടെമ്പറേച്ചർ കൂടിയ സാധനം പോവുക, ഇതിലൂടെ ടെമ്പറേച്ചർ കുറഞ്ഞ സാധനം പോവുക. ഇത് രണ്ടും ഒരു സ്പേസിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ മുകളിൽ കൂടെ പോകുന്ന സാധനത്തിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കൂടും. ടെമ്പറേച്ചറും പ്രഷറും കൂടിയിട്ട് ഇത് ടർബൈനിലോട്ട് പോവും. ടർബൈനിൽ വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ടർബൈൻ കറങ്ങും. ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്ററിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇനി ടർബൈനിൽ ഇപ്പോൾ നമ്മൾ സ്റ്റീം എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ പ്രഷർ കുറച്ച് കുറയും. പ്രഷർ കുറഞ്ഞിട്ടുള്ള സ്റ്റീം കണ്ടൻസറിൽ വരും. കണ്ടൻസറിൽ എന്താ ചെയ്യുക വെച്ചാൽ, കണ്ടൻസറിൽ ഈ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്ത് വാട്ടറാക്കി മാറ്റും. വാട്ടർ ആക്കിയാലും അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂളിംഗ് ടവറിലൂടെ ഇത് പാസ് ചെയ്യും. കൂളിംഗ് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. അതിൽ നമുക്ക് ഫാനൊക്കെ ഉണ്ടാവും. ആ ഫാൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ വെള്ളത്തിൻ്റെ ചൂട് കുറയ്ക്കും. ചൂട് കുറച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും, ഈ ഇവാപ്പറേറ്ററിലോട്ട് പാസ് ചെയ്യും. ഇതിലൂടെ ഇത് സർക്കുലേറ്റ് ചെയ്യും. ഈ പ്രൊഡക്ഷൻ വെല്ലും റീഇഞ്ചക്ഷൻ വെല്ലിലൂടെയും കൂടിയിട്ട് ഈ ചൂടുള്ള വാട്ടറോ അല്ലെങ്കിൽ ചൂടുള്ള വാട്ടർ നമ്മളിങ്ങനെ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ചൂടുള്ള വാട്ടർ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ എന്താണോ ആ മെറ്റീരിയൽ, മാഗ്മ ആണെങ്കിൽ മാഗ്മ ഇതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഇവാപ്പറേറ്ററിലൂടെ ഈ പാസ് ചെയ്യണ വാട്ടർ, ഉദാഹരണത്തിന് ഇവിടുന്ന് ഇപ്പോൾ മാഗ്മ ആ ചൂടുള്ള മെറ്റീരിയൽ എന്താണോ അത് ഇതിലൂടെ അങ്ങനെ പാസ് ചെയ്യും. ഇതിലൂടെ പാസ് ചെയ്യുന്നത് തണുത്ത വെള്ളമാണെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നോർമലി ചൂടായി സ്റ്റീമായി മാറിയിട്ട് എന്ത് ചെയ്യും, ടർബൈനിലോട്ട് പോകും. ടർബൈനിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. തിരിച്ച് ഇത് കൂളിംഗ് ടവറിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും തിരിച്ചു പോകും. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ പ്രൊഡക്ഷൻ വെല്ലിൽ നിന്ന് റീഇഞ്ചക്ഷൻ വെല്ലിലോട്ട് പോകും. പിന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ജിയോ തെർമൽ പ്ലാന്റിൽ പവർ ജനറേറ്റ് ചെയ്യണത്. ഇനി ജിയോ തെർമൽ പമ്പ് എന്ന് പറയുന്നത് ഈ ജിയോ തെർമൽ എനർജിയുടെ അനദർ ആപ്ലിക്കേഷനാണ്. സെയിം ജിയോ തെർമൽ പ്ലാന്റ് പോലെ തന്നെ
ഇതിലൂടെ തണുത്ത വെള്ളം ഇങ്ങോട്ട് വരും. ഈ ഏരിയയിലൂടെ പോകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഹൈലി ടെമ്പറേച്ചർ ഏരിയ ആയിരിക്കും. അതായത് ഇതൊരു വെല്ലായിരിക്കും. ഈ വെല്ലിൽ ഇവിടെയൊക്കെ അതായത് മാഗ്മ അല്ലെങ്കിൽ അങ്ങനെ ടെമ്പറേച്ചർ കൂടിയ സാധനങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടി നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഹോട്ട് വാട്ടർ ഉപയോഗിക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ സെപ്പറേറ്റ് കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൊല്യൂഷൻ ലെസ് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആർ അവൈലബിൾ. അങ്ങനെയുള്ള മാഗ്മ അല്ലെങ്കിൽ കുറേ ചൂട് കൂടിയ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഭൂമിയുടെ അടിയിൽ. ഇനി ഈ നമ്മൾ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ചൂട് മാത്രമല്ല, ഈ മാഗ്മ മാത്രമല്ല വരുന്നത്, അതിൻ്റോടൊപ്പം തന്നെ കുറേ ടോക്സിക് ഗ്യാസസും അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ മനുഷ്യർക്കും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനും പ്രശ്നമാണ്. അപ്പോൾ ഇത് എന്ത് ചോദിച്ചാൽ ടോക്സിക് ഗ്യാസസ് എമിറ്റ് ചെയ്യും. ഈ പ്രോസസ്സ്, ഈ ജിയോ തെർമൽ പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സിൽ ടോക്സിക് ഗ്യാസസ് പുറത്തോട്ട് വരും. അതൊരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തത്, ഈ എക്സ്ട്രാക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം മാഗ്മ ഈസ് ഡിഫിക്കൽട്ട്. നമുക്ക് ഹീറ്റ് എന്ത് ചെയ്യണം, ഈ മാഗ്മയിൽ നിന്നാണ് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അതിനുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റീം കടത്തിവിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറുള്ള സ്റ്റീം ഒരു ലോ ടെമ്പറേച്ചർ സ്റ്റീമിലൂടെ കടത്തിവിട്ട് രണ്ടിൻ്റെ ലോ ടെമ്പറേച്ചർ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ അത്ര ഈസി അല്ല മാഗ്മയിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യാതെ. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈഡലും ജിയോ തെർമലും. അടുത്ത നമുക്ക് ബയോമാസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി.